സമസ്ത ലീഗ് ഭിന്നതയിൽ പ്രശ്നപരിഹാരത്തിന് വീണ്ടും കളമൊരുങ്ങുന്നു. പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളും സമസ്ത നേതൃത്വവും ഇന്ന് കൂടിക്കാഴ്ച നടത്തിയേക്കും. മുഷാവറ അംഗം മുസ്തഫൽ ഫൈസിയെ സസ്പെൻഡ് ചെയ്തതുമായി ബന്ധപ്പെട്ട തർക്കമാണ് ഇരു വിഭാഗങ്ങൾക്കുമിടയിൽ ഭിന്നത രൂക്ഷമാക്കിയത്. എ കെ അഭിലാഷ് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. എ കെ അഭിലാഷ്, ഗുഡ് മോർണിംഗ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്നതിന് മുൻപ് ഈ ലീഗ് സമസ്ത തർക്കം അവസാനിപ്പിക്കണമെന്ന് ലീഗ് നേതൃത്വത്തിനുമുണ്ട്, സമസ്തയിലെ ഒരു വിഭാഗം നേതാക്കൾക്കുമുണ്ട്. മുസ്തഫൽ ഫൈസിയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ കൂടി ഇന്നത്തെ ചർച്ചയിൽ പരിഹരിക്കപ്പെടുമോ എ കെ അഭിലാഷ്? ഡോക്ടർ അരുൺകുമാർ, ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് മാത്രമല്ല, അതായത് സമസ്തയുടെ 100ാം വാർഷിക ആഘോഷവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം സാമുദായികമായി തന്നെ സുന്നികളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയാണ് ഈ 100ാം വാർഷിക ആഘോഷം. അതിനു മുമ്പാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ, അതായത് കഴിഞ്ഞ ഒരു 1.5 വർഷത്തോളമായി നിരന്തരം ഇത്തരങ്ങൾ പ്രശ്നങ്ങൾ വരികയാണ്. ഇതിൻ്റെ അവസാനത്തിലാണ് ഇപ്പോൾ ഈ സമസ്ത നേതൃത്വത്തെ വിമർശിച്ചു എന്നതിൻ്റെ പേരിൽ മുസ്തഫൽ ഫൈസിക്കെതിരെ സസ്പെൻഷൻ അടക്കമുള്ള നടപടികളിലേക്ക് പോകുന്നത്. ഇത് മുസ്ലിം ലീഗും അതോടൊപ്പം തന്നെ അല്ലെങ്കിൽ സമസ്തയിലെ ലീഗ് വിരുദ്ധരും ലീഗ് അനുകൂലികൾക്കും തമ്മിലുള്ള ഭിന്നത അതിരൂക്ഷമാകുകയും ഒരു പക്ഷേ പിളർപ്പിലേക്ക് പോലെ എത്തുമോ എന്നുള്ളൊരു സംശയം ഉടലെടുത്തിരുന്നു. ഏതായാലും നേതൃത്വം ഇക്കാര്യത്തിൽ കൃത്യമായി ഇടപെട്ടിട്ടുണ്ട്. ഇതോടുകൂടി തന്നെ സാദിഖ് അലി തങ്ങളും അതോടൊപ്പം തന്നെ ജിഫ്രി തങ്ങളും ഇത് സംബന്ധിച്ച് നിരവധി തവണ സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഈ കാര്യത്തിൽ ഒരു ഉചിതമായ ഒരു തീരുമാനം ഉണ്ടാകുമെന്നാണ് സമസ്തയുടെ പത്രക്കുറിപ്പിൽ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരിക്കുന്നത്. സാദിഖ് അലി തങ്ങൾ വിദേശത്തായിരുന്നു. സാദിഖ് അലി തങ്ങൾ തിരിച്ചെത്തിയാൽ ഇക്കാര്യത്തിലുള്ള ചർച്ചകൾ നടക്കുമെന്നായിരുന്നു പറഞ്ഞത്. ഏതായാലും സാദിഖ് അലി തങ്ങൾ ഇന്നലെ എത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കോഴിക്കോട്ടൊരു പരിപാടിയിൽ സാദിഖ് അലി തങ്ങളും പി കെ കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള നേതാക്കളും അതോടൊപ്പം തന്നെ സമസ്തയുടെ മുതിർന്ന നേതാക്കളായ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ അതോടൊപ്പം തന്നെ മറ്റ് മുഷാവറ അംഗങ്ങളൊക്കെ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് ഒരു കൂടിക്കാഴ്ചയ്ക്കുള്ള ഒരു സാഹചര്യം ഉരുത്തിരിഞ്ഞ് വന്നേക്കാം എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഉചിതമായ ഒരു തീരുമാനം 19ാം തീയതിക്ക് ശേഷം ഉണ്ടാവുമെന്നാണ് സംസ്ഥാന നേതൃത്വം വ്യക്തമാക്കിയിരിക്കുന്നത്. ഇന്ന് 20ആണ്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഒരു കൂടിക്കാഴ്ചയും ഒരു കൃത്യമായ ഒരു നിലപാടും സ്വീകരിക്കപ്പെടാനുള്ള സാധ്യതയാണ് കാണുന്നത്. ഓക്കെ അഭിലാഷ്, താങ്ക് യു. അങ്ങനെ മഞ്ഞുരുക്കത്തിലേക്ക് വീണ്ടും ലീഗും സമസ്തയും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം അവസാനിപ്പിക്കാൻ വേണ്ടി ഇന്നത്തെ ശ്രദ്ധേയമായ മീറ്റിംഗിന് കഴിയട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.